ഫ്രണ്ട്സ് എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വീണ്ടും ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയ ജലദോഷവും ചുമയൊക്കെ ഉണ്ട്. അതാണ് എൻ്റെ സൗണ്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണും എന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു കഥ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല ആരും അങ്ങനെ ആരും ഇല്ല ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും എന്തായാലും മലയാളത്തിലൊക്കെ നമ്മൾ ഒത്തിരി കഥകളും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് നമ്മൾ കൂ നമ്മൾ കൂടുതൽ പേരും നമ്മുടെ സ്വന്തം ഭാഷയിലാണ്, പ്രത്യേകിച്ച് നമ്മൾ കേട്ടുകേൾവിയുള്ള ഭാഷയിലാണ് നമ്മൾ കഥ കേൾക്കാറുള്ളൂ. മാത്രമല്ല നമുക്ക് കഥ കേൾക്കാൻ ഇൻട്രസ്റ്റും ഉള്ളൂ. പക്ഷെ നമ്മളാരെങ്കിലും മറ്റൊരു ഭാഷയിൽ, അതായത് നമ്മൾ കേട്ടുകേൾവിയുള്ള ഒരു ഭാഷയിൽ, അതായത് ഇംഗ്ലീഷ് പോലുള്ളൊരു ഭാഷയിൽ നമ്മൾ കഥ കേൾക്കാറുണ്ടോ? നമ്മൾ ഹിന്ദിയിൽ അങ്ങനെയൊന്നും നമ്മളധികം എന്നാ പറയുന്നത്, ഇതിനൊന്നും തുനിയാറില്ല അല്ലേ? നമ്മൾ നമ്മുടെ സ്വന്തം മാതൃഭാഷയിൽ മാത്രം കഥ കേൾക്കാറുള്ളൂ. അങ്ങനെ മാതൃഭാഷയിൽ കഥ കേൾക്കുന്നത് തെറ്റാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഇനി വരുന്ന മുന്നോട്ടുള്ള നമ്മുടെ യുഗത്തിൽ, അല്ലെങ്കിൽ മുന്നോട്ട് നമ്മൾ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ നമ്മുടെ സ്വന്തം ഭാഷയിൽ തന്നെ കഥ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വല്ല പ്രയോജനം ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചാണ് എനിക്ക് ഇന്ന് സംസാരിക്കണം എന്ന് തോന്നിയത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തം ഭാഷയിൽ തന്നെയാണ് കൂടുതൽ ആൾക്കാരും കഥ കേൾക്കാറുള്ളത്. പക്ഷെ നമ്മൾ എന്താണ് ഈ പറഞ്ഞ പോലെ വളരെ സ്പീഡിൽ ഓടുന്ന ഈ യുഗത്തിൽ നമ്മൾ നമ്മുടെ സ്വന്തം ഭാഷയിൽ തന്നെ കഥകൾ അല്ലെങ്കിൽ നോവലുകൾ വായിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ ശരിക്കും ഒട്ടും പറ്റുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ ഭാഷ കുറച്ച് കാണിക്കുന്നതല്ല, മറിച്ച് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ഏത് ഓഫീസിൽ പോയാലും അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലിൽ പോയാലും സ്കൂളിൽ പോയാലോ അല്ലെ എവിടെ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു ഗവൺമെൻറ് ഓഫീസിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഓഫീസിൽ എവിടെ പോയാലും നമുക്കറിയാം, നമുക്ക് ഒരു ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ അതിനകത്തെല്ലാം ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ അത് ഫില്ല് ചെയ്യണം. മലയാളത്തിലുണ്ടാവും, പക്ഷേ കൂടുതലും നമുക്ക് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെയാണ് അത് കൂടുതൽ ഫോമും ഇംഗ്ലീഷിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എന്തിനാണ് നമ്മൾ ഇംഗ്ലീഷ് സ്റ്റോറി കേൾക്കുന്നതിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ അത് കേൾക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പറ്റാത്ത ഒരു കാര്യവും നമുക്കില്ല അല്ലേ? അതുപോലെയാണ് നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഷയും നമുക്ക് സമയമെടുത്ത് വേഗത്തിൽ നമുക്കൊരു കടയിൽ പോയി സാധനം മേടിക്കുന്ന പോലെ നമുക്ക് ഒരു ഭാഷ പഠിച്ചെടുക്കാം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് സമയമെടുത്ത് നമുക്ക് ഏത് ഭാഷയും നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും അല്ലേ? നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും എന്നോട് യോജിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷ പഠിക്കേണ്ടതിൻ്റെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്വായത്തമാക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടുകയാണ് അല്ലേ? ഇംഗ്ലീഷ് സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഇംഗ്ലീഷ് സ്റ്റോറി മാത്രമല്ല, ഇംഗ്ലീഷ് ഏത് നോവലെടുത്ത് വായിച്ചാലും അല്ലെങ്കിൽ നമുക്ക് എന്താണേലും നമുക്ക് ആദ്യം വേറൊരു ഭാഷ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. അങ്ങനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഓരോ ദിവസവും ഒരു അരമണിക്കൂർ ഇതൊന്ന് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് കേട്ട് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് വായിച്ച് നോക്ക്. നമുക്ക് സാവധാനം സാവധാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമുക്ക് ഇത് മനസ്സിലാകാൻ തുടങ്ങും അല്ലേ? എന്താണ് എന്താണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്? നമുക്ക് ഓരോ ദിവസവും കഴിയുന്തോറും നമ്മൾ പുതിയ വാക്കുകൾ, അല്ലെങ്കിൽ പുതിയ ഒരു സെൻറ്റൻസ്, അല്ലെങ്കിൽ പുതിയ ഒരു പേര്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് പ്രൊനൗൺസ്, അല്ലെങ്കിൽ ആക്സെൻറ്റ് എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ആ ഒരു കഥ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഒരു ലിസണിങ്ങിലൂടെ അല്ലെങ്കിൽ വായിക്കുമ്പോഴെല്ലാം നമുക്കത് മനസ്സിലാകും. പിന്നെ
അങ്ങനെ തുടങ്ങി നമുക്ക് ഒത്തിരി ഒത്തിരി പുതിയ പുതിയ വാക്കുകൾ, പുതിയ പുതിയ എന്താണ് പദങ്ങൾ, പിന്നെ നല്ല നല്ല മോറൽ അല്ലെങ്കിൽ നല്ല അഡ്വൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കഥ കേൾക്കുന്ന കഥ വായിക്കുന്നത് കൂടി, അല്ലെങ്കിൽ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു നോവൽ വായിക്കുന്നത് കൂടി നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്താണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്കറിയാം, നമ്മൾ എല്ലാം ഒരു ദിവസം വായിക്കും അല്ലെങ്കിൽ 2 ദിവസം വായിക്കും. മൂന്നാമത്തെ ദിവസം നമുക്ക് മടി പിടിക്കും അല്ലേ? നമുക്ക് ഇങ്ങനെ മടിച്ചിരിക്കുന്നവർക്ക് ഒരു ഉണർവും കൂടെയാണ് ഈ മോറൽ സ്റ്റോറീസ്. അല്ലെങ്കിൽ ഞാൻ ഈ ഇടയ്ക്ക് ഇത് പറയാൻ കാര്യം എന്നാ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇടയ്ക്ക് കുറച്ച് ഇംഗ്ലീഷ്, അതായത് നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് അല്ല, അതായത് യൂറോപ്യൻ ഇംഗ്ലീഷ് സ്റ്റോറി കേൾക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് അതിനകത്തുനിന്ന് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമൊക്കെ മനസ്സിലാകത്തില്ലായിരുന്നു. പിന്നെ നമുക്ക് കുറേ കുറേ കേട്ട് 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 നമുക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ മനസ്സിലാകുന്നതിൻ്റെ മാത്രമല്ല, നമുക്ക് പുതിയ കാര്യങ്ങൾ, പുതിയ വേർഡ്സുകൾ, പുതിയ ആക്സെൻറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല നമുക്കൊത്തിരി നമ്മൾ ഈ മടി പിടിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊത്തിരി നല്ല 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 മോറൽ സ്റ്റോറീസൊക്കെ കിട്ടുമ്പോൾ അതൊരു ഉണർവും കൂടെയാണ് കേട്ടോ. പിന്നെ ജീവിതത്തിൽ ഇംഗ്ലീഷ് അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ആണ് ഞാനീ പറയുന്നത്. ചിന്തിക്കുന്നവർ ഒന്ന് ശ്രമിച്ച് നോക്കുക. എന്താണ് ഒന്ന് കഷ്ടപ്പെട്ടൊന്ന് ശ്രമിച്ച് നോക്കുക. ഒരു ഇംഗ്ലീഷ് ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ നോവൽ വായിക്കുക, പിന്നെ ന്യൂസ് പേപ്പർ വായിക്കുക, പിന്നെ എന്താണ് നമ്മൾ സ്റ്റോറി കേൾക്കുക, ഇംഗ്ലീഷ് സിനിമ കാണുക, അത് അതിൻ്റെ ടൈറ്റിൽ വെച്ചിട്ടുള്ള സബ് ടൈറ്റിൽസ് ഉള്ള എന്താണ് സിനിമകളോ അല്ലെങ്കിൽ എന്ത് ന്യൂസാണേലും അതൊക്കെ വായിച്ച് നോക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറേയൊക്കെ നമുക്ക് നമ്മളെ തന്നെ മാറ്റാൻ പറ്റും. ഡേ ബൈ ഡേ നമുക്കത് കാര്യങ്ങളൊക്കെ പിടികിട്ടും കേട്ടോ. പിന്നെ ഒരു ദിവസം കേട്ട്, 2 ദിവസം കേട്ട്, മൂന്നാമത്തെ ദിവസം നമ്മൾ മടിച്ചിരിക്കരുത്. ഞാനും അങ്ങനെ മടിച്ചിരിക്കുന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്കൊന്നും പറ്റിയേല, അല്ലെങ്കിൽ എനിക്ക് ഇതൊന്നും വെറുതെ ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവർ അങ്ങനെയൊന്നും ചിന്തിക്കാതെ അവർ മുന്നോട്ടുള്ള വരും കാലങ്ങളെക്കുറിച്ചും, പിന്നെ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെക്കുറിച്ചും ഒക്കെ ചിന്തിച്ച് നോക്കുക. കാരണം കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർ പുതിയ വാക്കുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിക്കും അല്ലേ? നമ്മൾ മിഡിൽ ഏജ് ആയവർ പഠിക്കുന്നതിന് ആ സ്പീഡിലല്ല, അവർ കുഞ്ഞുങ്ങൾ വേഗം കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പം അവർ അവരൊരു ബുക്ക് വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകാത്ത ഒരു വാക്ക് നമ്മളോട് ചോദിക്കുമ്പോൾ എന്താണ് നമുക്കത് ആൻസർ അറിയത്തില്ലാതെ നമ്മൾ വെറുതെ അടിപതറി ഇരിക്കാതെ നമുക്ക് നല്ല സ്മാർട്ടായിട്ട് നമുക്ക് ഉത്തരം പറയാൻ പറ്റണമെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഗൂഗിൾ നോക്കി, നമുക്കിപ്പോൾ എല്ലാത്തിൻ്റെ വാക്കുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളെന്താണ്, ഗൂഗിൾ നോക്കി നമുക്ക് ആൻസർ പറയണമെങ്കിൽ തന്നെ എന്താണ്, നമുക്ക് അത് കുറേയൊക്കെ വായിച്ചും കേട്ടും കണ്ടും കേട്ടും ഒക്കെ ഉള്ള അറിവുണ്ടായാലേ നമുക്കത് ഈവൻ ഒരു ഗൂഗിൾ വായിച്ചാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നാലേ നമുക്ക് നന്നായിട്ട് സ്മാർട്ടായിട്ട് പിള്ളേർക്ക് ആൻസർ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരും കാലങ്ങളിലേക്ക് ഇംഗ്ലീഷ് ഭാഷ നമുക്ക് വളരെ അത്യാവശ്യമാണ്. വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി അത്യാവശ്യമാണ്. നമ്മുടെ മാതൃഭാഷ വേണ്ടെന്നല്ല, ഉപേക്ഷിക്കണം ഒന്നൊന്നും അല്ല കേട്ടോ പറയുന്നത്. നമുക്ക് നമ്മുടെ മാതൃഭാഷയും വേണം. അതിനേക്കാൾ കൂടുതൽ ഈ മറ്റ് ഭാഷ, അതായത് മറ്റ് ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് തന്നെ നമുക്ക് അത്യാവശ്യമാണ് ഇനി മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് വായിച്ചും കേട്ടും കണ്ടുമുള്ള അറിവുണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വായനാശീലം, സ്റ്റോറി കേൾക്കുന്ന ശീലം, ഇതൊക്കെ തുടങ്ങിയാൽ അത് നമുക്ക് മാത്രമല്ല, നമുക്കും നമ്മുടെ സമൂഹത്തിനും അതൊരു നല്ലൊരു നന്മയും ഉപകാരവുമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ പറഞ്ഞ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.